മികച്ച NABL അക്രഡിറ്റഡ് ലാബുകളുമായി സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു. കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും. MHL സ്മാർട്ട് ലാബ്സ്. ലോക പ്രശസ്ത ചിത്രകാരൻ ആർട്ടിസ്റ്റ് മാധവ് മേനോന്റെ ഓർമ്മദിനം സംഘടിപ്പിച്ചു. മുച്ചിരി ആർട്സ് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ കോട്ടപ്പുറം മുസ്ലിസ് ആംഫി തിയേറ്ററിൽ വെച്ച് നടന്ന ആർട്ടിസ്റ്റ് മാധവ് മേനോന്റെ 32ാമത് ചരമദിനം മുൻ ലളിതകലാ അക്കാദമി സെക്രട്ടറി ആർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മുച്ചിരി വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. കവിയും ചിത്രകാരനുമായ ഡോക്ടർ സുധീഷ് കോട്ടേമ്പ്രം മുഖ്യപ്രഭാഷണം നടത്തി. എഴുത്തുകാരൻ പ്രൊഫസർ ES സതീശൻ ആർട്ടിസ്റ്റ് മാധവ് മേനോനെ സ്മരിച്ചു. ആർട്ടിസ്റ്റ് മാധവ് മേനോന്റെ മകൾ പാർവതി അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചു. തുടർന്ന് ബസന്ത് പെരിങ്ങോടിന്റെ തത്സമയ ചിത്രരചനയും തുടർന്ന് രാജേഷ് മാമൻ നയിക്കുന്ന ഉപകരണ സംഗീതരാവും നടന്നു. 10 അടി ഉയരത്തിലും 8 അടി വീതിയിലും അക്രിലിക് കളറിൽ ഡാവിഞ്ചി സുരേഷ് വരച്ച മാധവ് മേനോന്റെ ചിത്രം ചടങ്ങിന്റെ മുഖ്യ ആകർഷണമായി. ഒരു ഘട്ടം കഴിഞ്ഞ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്ന KCS ഒക്കെ ഞാൻ പറയുന്നത് വലിയൊരു എന്താ പറയുക വർഷങ്ങളുടെ ഗ്യാപ്പും ആർട്ട് ഹിസ്റ്റോറിക്കൽ അക്കൗണ്ടിലാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്കല്ലാത്ത ഒരു ക്രോണോളജിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇങ്ങനെ ചെതറിയ നിലയിലാണ്. ഇത് ആരുടെയും കുഴപ്പമില്ല. പക്ഷെ നമ്മളൊരു ഭാഷ സംസ്കാരം എന്നുള്ള നിലയ്ക്ക് നമ്മൾ സാഹിത്യ സംസ്കാരം എന്നാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കേണ്ടത്. മലയാളം ഒരു സാഹിത്യ സംസ്കാരമാണ്. കല പോലും സാഹിത്യത്തിൻ്റെ ചെലവിലാണ് ഇവിടെ നടന്നിരുന്നത്. സാഹിത്യം ഒപ്പുവെച്ചതാണ് നമ്മുടെ കല പതുക്കെ ഒരു പരിധി വരെയൊക്കെ. അതിൽ നിന്ന് മാറി സഞ്ചരിച്ച ആളുകളാണ് ഇതുപോലെ നമ്മൾ എന്താ പറയുക വളരെ ചുരുക്കം വരിലുണ്ടാവുന്ന കുറേ ആർട്ടിസ്റ്റുകളുടെ പേരുകൾ നമുക്കറിയാം. ഇപ്പോൾ K. നാരായണ മേനോനെ പോലെ, അല്ലെങ്കിൽ മാധവ് മേനോനെ പോലെ, MS വല്യത്താനെ പോലെ, ഇങ്ങനെ രവിവർമ്മയെ നമുക്ക് ഒരിക്കലും പരിചയപ്പെടുത്തുന്നില്ല. കാരണം രവിവർമ്മ ഇസ് മോസ്റ്റ് സർക്കുലേറ്റഡ് ആർട്ടിസ്റ്റ്. എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ്. സാരി സെലക്ഷൻ കഴിഞ്ഞില്ലേ? എത്ര നേരായി? കല്യാണമൊക്കെ അല്ലേ അച്ഛാ? അപ്പോ ഏറ്റവും ബെസ്റ്റ് തന്നെ ആവണ്ടേ? ഇവരെയും കൊണ്ട് കല്യാണ സാരി വാങ്ങാൻ പോകുമ്പോ കാണാം നിങ്ങളുടെ പോക്കറ്റ് കാലിയാവുന്നത്. അത് ഉറപ്പല്ലേ? എന്നാലും ഏറ്റവും ബെസ്റ്റ് തന്നെ വേണം. ശരി ശരി അങ്കിൾ, പോക്കറ്റ് ഒന്നും കാലിയാവില്ല. ഏറ്റവും എലഗൻ ബെസ്റ്റ് സ്റ്റൈൽ ആൻഡ് ഡിസൈൻസും കിട്ടും. പക്ഷേ സ്വയംവര സിൽക്സിൽ തന്നെ പോണം. അതിന് ഞാൻ ഗ്യാരണ്ടി. സ്വയംവര സിൽക്സ്, മനസ്സിന്റെ തൃപ്തി ഇവിടെയാണ്.